ബംഗ്ലാദേശിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കനത്ത ജാഗ്രതയിലേക്ക് തന്നെ പോയിരിക്കുന്നു പോലീസ് അടക്കമുള്ള സേനാ വിഭാഗങ്ങൾ. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, തിരുപ്പൂർ തുടങ്ങിയ ഇടങ്ങളിൽ അനവധി ബംഗ്ലാദേശികൾ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തെ തൊഴിലാളികൾ എന്ന വ്യാജേന തൊഴിൽ ചെയ്യുന്നതായിട്ട് നേരത്തെ തന്നെ കേന്ദ്ര സംസ്ഥാന ഇൻ്റലിജൻസിന് റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശവും പരിശോധനയും ആരംഭിച്ചിരിക്കുന്നത്. നിയമമന്ത്രിയായിരുന്ന എസ് രഘുപതി തന്നെ ഇത്തരത്തിൽ കുടിയേറ്റക്കാർ, ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറ്റക്കാർ ഈ വ്യാവസായിക നഗരങ്ങളിൽ കുടിയേറി താമസിച്ച് പണിയെടുക്കുന്നുണ്ട് എന്ന വിവരം നൽകിയിരുന്നു. തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്ന് ഈ അടുത്ത സമയത്ത് 7 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പെരുംതുറയിലെ പന്നികം പാളയത്തിലാണ്. ഈ പന്നികം പാളയം എന്ന് പറയുന്ന സ്ഥലം ധാരാളം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്ന് സ്റ്റേ ചെയ്ത് ജോലി ചെയ്യുന്നൊരു ഇടമാണ്. അവിടെ നിന്നാണ് 7 പേരെ പിടികൂടിയിരുന്നത്. ഇവരുടെ കയ്യിൽ മതിയായ രേഖകളില്ലായിരുന്നെങ്കിൽ കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റിലായി എം മുഹമ്മദ് അർസു, ബോരിഷ് ചന്ദ്രമാൻ എന്നിവരുടെ പക്കൽ വ്യാജ ID കാർഡുകളും ആധാർ കാർഡുകളും പാൻ കാർഡുകളും ഒപ്പം കണ്ടെടുത്തിരുന്നു. ഏതായാലും ബംഗ്ലാദേശിൽ നിന്ന് വന്നവരിൽ കൂടുതലും പേർ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആസാമികളാണ്, ഇല്ലെങ്കിൽ മറ്റ് ബംഗാളികളാണ് എന്നൊക്കെ രീതിയിലാണ് പല സംസ്ഥാനങ്ങളിലും ജോലി ചെയ്തിരുന്നത്. അത്തരക്കാരെ കൂടുതൽ ജാഗ്രതയോടെ കാണണമെന്ന് വ്യവസായികൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.